കമ്മ്യൂണിറ്റി റൈറ്റ്സ് അംഗീകാരം നൽകി. 469 അപേക്ഷകളിന്മേൽ 204 ഏക്കർ ഭൂമിക്ക് വികസന അവകാശങ്ങൾക്ക്, അതായത് ഡെവലപ്മെൻറ്റ് റൈറ്റ്സ് അംഗീകാരം നൽകി. സംസ്ഥാനത്ത് വനാവകാശ നിയമം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി ഒട്ടാകെ 38,164 അപേക്ഷകൾ ലഭിച്ചിരുന്നു. 2006-2011 കാലഘട്ടത്തിൽ 36,123 അപേക്ഷകളും 2011-2016 943 അപേക്ഷകളും 16-17 ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 1098 അപേക്ഷകളുമാണ് ലഭിച്ചത്. 808 അപേക്ഷകൾ നിരസിക്കപ്പെട്ടു. വിതരണം ചെയ്യാൻ ബാക്കിയുള്ള 5075 അപേക്ഷകളിൽ ഇപ്പോൾ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു വരുന്നു. ഇത് 31/3/2017 നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് വിതരണം ചെയ്യണമെന്ന് ജില്ലാ കലക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 2006-2011 LDF സർക്കാർ കാലത്ത് ഒട്ടാകെ 16,723 പേർക്ക് 20,502 ഏക്കർ ഭൂമി വിതരണം ചെയ്തിട്ടുണ്ട്. അക്കാലത്ത് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച 5,720 പേർക്ക് 2011-16 കാലഘട്ടത്തിലാണ് കൈവശാവകാശ രേഖ നൽകിയത്. 11-16 കാലഘട്ടത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് നൽകിയ 2,502 അടക്കം 8,222 പേർക്കാണ് ROR നൽകിയത്. സി. വനാവകാശ നിയമപ്രകാരം ജില്ലാതല സമിതിയിൽ താഴെ പറയുന്ന സ്ഥലങ്ങളിൽ നിലവിലുള്ള ക്ലെയിമുകളെ സംബന്ധിച്ച് വനം വകുപ്പ് തർക്കങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. 1. പത്തനംതിട്ട ജില്ലയിലെ ചാലക്കയം മൂടിയാർ മേഖലയിലെ 25 മലമ്പണ്ടാര സമുദായത്തിൽപ്പെട്ടവർക്ക് വനാവകാശം നൽകുന്നതിന് വനം വകുപ്പിൻ്റെ എതിർപ്പ് കാരണം കഴിഞ്ഞിട്ടില്ല. 2. എറണാകുളം ജില്ലയിലെ താളുകണ്ടം പുനരധിവാസ കോളനിയിൽ അവകാശം സംബന്ധിച്ച് കോളനിക്കാരും വനം വകുപ്പുമായി തർക്കം നിലവിലുണ്ട്. 3. തൃശ്ശൂർ ജില്ലയിൽ ഒളയറ കോളനിയിലെ 40 പട്ടികവർഗ കുടുംബങ്ങൾക്ക് വനം വകുപ്പിൻ്റെ എതിർപ്പ് മൂലം വനാവകാശ രേഖ നൽകാൻ കഴിഞ്ഞിട്ടില്ല. 4. പാലക്കാട് ജില്ലയിൽ ജില്ലാതല കമ്മിറ്റി അംഗീകരിച്ച് വനാവകാശ രേഖ നൽകുന്നതിന് അനുമതി നൽകിയിരുന്ന ക്ലെയിമുകളിൽ 63 ക്ലെയിമുകൾ പിന്നീട് വനം വകുപ്പ് എതിർപ്പ് പ്രകടിപ്പിച്ചതിനെ തുടർന്ന് വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇതേപോലെ തന്നെ കടപ്പാറയിൽ വനാവകാശം നൽകുന്നതിനുള്ള അപേക്ഷ ജില്ലാതല കമ്മിറ്റി പാസാക്കിയിട്ടും വനം വകുപ്പ് അധികൃതരുടെ തടസ്സം മൂലം നൽകാൻ കഴിഞ്ഞിട്ടില്ല. ഡി. കാസർഗോഡ് വനം ഡിവിഷനിൽ വനാവകാശ നിയമം നടപ്പിലാക്കിയിട്ടില്ല. കാസർഗോഡ് വനം ഡിവിഷൻ്റെ പരിധിക്കകത്ത് പട്ടികവർഗക്കാർ താമസിക്കുന്ന കോളനികളോ സെറ്റിൽമെൻറ്റുകളോ ഇല്ല എന്ന് വനം വകുപ്പ് അധികൃതർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിലെ കുറക വിഭാഗക്കാർ വനമേഖലയോട് ചേർന്ന് ജീവിക്കുന്നവരല്ല. അവരുടെ പരമ്പരാഗത തൊഴിലായ കോട്ട നെയ്ത്തിന് ആവശ്യമായ വള്ളികൾ ശേഖരിക്കുന്നതിന് കർണാടക സംസ്ഥാനത്തെ സുള്യപ്രദേശത്തെ വനത്തെ ആശ്രയിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ പ്രാദേശികമായി ശേഖരിച്ചു വരികയാണ്. ഈ പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന അർഹതയുള്ള എല്ലാവർക്കും വനാവകാശ നിയമപ്രകാരമുള്ള ഭൂമി സമയബന്ധിതമായി നൽകുന്നതിനുള്ള സത്വര നടപടികൾ സ്വീകരിച്ചു വരുന്നു. ഇതിൻ്റെ ഭാഗമായി ഇനി വിതരണം പൂർത്തീകരിക്കാനുള്ള 5,075 അപേക്ഷകളിൽ 31/3/2017 നടപടികൾ പൂർത്തീകരിക്കാൻ ജില്ലാ കലക്ടർമാർക്ക് നിർദ്ദേശം നൽകി. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം കാലഹരണപ്പെട്ട സബ് ഡിവിഷൻ ജില്ലാതല സമിതികൾ പുനഃസംഘടിപ്പിച്ചു. അതിനുശേഷം 133 പേർക്ക് 750 ഏക്കർ സ്ഥലം കൂടി ROR നൽകിയിട്ടുണ്ട്. ശ്രീ PT തോമസ്. സർ, പട്ടികവർഗ സമൂഹത്തിനു വേണ്ടി സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ് മുടക്കിയ പണം ഓരോ വ്യക്തികളുടെ പേരിൽ നിക്ഷേപിച്ചിരുന്നെങ്കിൽ കോടിക്കണക്കിന് ഉറുപ്പിക ഓരോ പട്ടികവർഗക്കാരൻ്റെയും പേരിൽ ഉണ്ടാകുമായിരുന്നു. നിർഭാഗ്യവശാൽ ഇടനിലക്കാരുടെ ചൂഷണം അടക്കമുള്ള ക്രമക്കേടുകളുടെ തിരിമറികളുടെ തുടർച്ചയായി ആ മേഖലകളിൽ കാര്യമായ മാറ്റം വന്നിട്ടില്ല. സർ, ഇവിടെ എൻ്റെ ചോദ്യം, വ്യക്തിഗത വനാവകാശം, സാമൂഹ്യ വനാവകാശം, വികസനാവകാശം തുടങ്ങിയ പട്ടികവർഗക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നില്ല എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ UPA സർക്കാർ വനാവകാശ നിയമം നടപ്പാക്കാൻ തീരുമാനിച്ചത്. സർ, ഇവിടെ ഈ വ്യക്തിഗത വനാവകാശവും സാമൂഹ്യ വനാവകാശവും വികസനാവകാശവും നൽകുന്നതിൽ
ഉണ്ടാകുന്ന വീഴ്ച, ആ വീഴ്ച പരിഹരിക്കാൻ, സമയബന്ധിതമായി ഇത് പരിഹരിക്കാൻ എത്ര പേർക്ക് വ്യക്തിഗത അവകാശം കൊടുത്തു എന്നുള്ളത് മന്ത്രി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഇത് സമയബന്ധിതമായി പരിഹരിക്കാൻ സർക്കാർ എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കുന്നത്, അതിനെ സംബന്ധിച്ച ഗവൺമെന്റ് നയം എന്താണ് എന്ന് വ്യക്തമാക്കുമോ? ഇത് നേരത്തെ ബഹുമാനപ്പെട്ട പിടി സൂചിപ്പിച്ചതുപോലെ ശരിയാണ്. ഭൂമി പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശാശ്വതമായൊരു പരിഹാരം നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല. അതിനെ തുടർന്നാണ് കേന്ദ്ര ഗവൺമെൻറ് കേന്ദ്ര വനാവകാശ നിയമം 2006 നടപ്പിലാക്കിയത്. അതിനുശേഷം സാർ ഇന്ത്യ രാജ്യത്തിൽ 47 ലക്ഷം അപേക്ഷകൾ വന്നതിൽ 15 ലക്ഷം അപേക്ഷകൾ മാത്രമേ എൻ്റർടൈൻ ചെയ്തിട്ടുള്ളൂ. പകുതി പോലും ചെയ്തിട്ടില്ല. അർഹതപ്പെട്ടിട്ട് പോലും ഭൂമി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ ഈ നിയമം ഇവിടെ നടപ്പിലാക്കുന്നതിന് യുദ്ധകാല അടിസ്ഥാനത്തിലുള്ള നടപടിയാണ് അന്നത്തെ LDF ഗവൺമെൻറ് സ്വീകരിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് സാർ ഏതാണ്ട് 30,000-ഓളം അപേക്ഷകളിൽ 25,000-ഓളം അപേക്ഷകൾ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. ബഹുമാനപ്പെട്ട MLA സൂചിപ്പിച്ചതുപോലെ സാമൂഹ്യ വനാവകാശം, അതുപോലെ തന്നെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വനാവകാശ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിൽ ഇനിയും നമ്മൾ നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതിൽ ശക്തമായിട്ടുള്ള നിലപാട് ഗവൺമെൻറ് എടുക്കും. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 12,000-ഓളം വരുന്ന ആദിവാസികൾക്കാണ് സാർ ഭൂമി ഇനി ലഭ്യമാക്കാനുള്ളത്. അതും നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റും. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ തന്നെ സാന്നിധ്യത്തിൽ ഒരു യോഗം വിളിച്ചു ചേർത്തു. അതിനുശേഷം ഞങ്ങളിത് സബ്ജക്റ്റ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്തു. അങ്ങനെ നോക്കുമ്പോൾ ഇനിയിപ്പോൾ ഒരു വനാവകാശ നിയമപ്രകാരം നമുക്കൊരു 4,000 ആദിവാസികൾക്ക് ഭൂമി ലഭ്യമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ ഏതാണ്ട് പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു 4,000 ആദിവാസികൾക്ക് നമുക്ക് 2005 ബഹുമാനപ്പെട്ട അന്നത്തെ മുഖ്യമന്ത്രി AK ആൻ്റണി ഇടപെട്ട് കേന്ദ്രത്തിൽ ശക്തമായിട്ട് സ്വാധീനിച്ചതിൻ്റെ ഭാഗമായി സുപ്രീം കോടതി വിധിപ്രകാരം നമുക്ക് കുറച്ച് ഭൂമി കിട്ടിയിരുന്നു. ഏതാണ്ട് 19,000 ഏക്കർ ഭൂമി കിട്ടിയിരുന്നു. നിർഭാഗ്യവശാൽ നമുക്കത് വിതരണം നടത്താൻ കഴിഞ്ഞിട്ടില്ല. അത് കാരണം വിതരണം നടത്താൻ യോഗ്യമായിട്ടുള്ള ഭൂമി എന്ന് പറയുന്നത് 19,000 ഏക്കർ ഭൂമിയിൽ ഏതാണ്ട് 7,000 ഏക്കർ ഭൂമി ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ പാറപ്രദേശമാണ്. അതിൽ തന്നെ 1000 നമുക്ക് വിതരണം നടത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. അതിൽ നമുക്കൊരു 4,500 ഏക്കർ ഭൂമി കിട്ടും. പിന്നെ ഒരു 4,000-ഓളം ആദിവാസികളുടെ പ്രശ്നമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അത് TRDM വഴിയും അതുപോലെ തന്നെ ലൈഫ് പദ്ധതി വഴിയും സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി വഴിയും ഈ പ്രശ്നം ഒരു 2 വർഷം കൊണ്ട് പരിപൂർണമായും പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഏറ്റവും മനോഹരമായി വനങ്ങൾ സംരക്ഷിച്ചിട്ടുള്ളത് നമ്മുടെ ആദിവാസി സഹോദരന്മാരാണ് സർ. എന്നാൽ സാമൂഹ്യ വനാവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ 680 ഗ്രാമങ്ങളാണ് അത് സംബന്ധിച്ചുള്ള ഗ്രാമസഭകൾക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ കേരളത്തിൽ കൊടുക്കേണ്ടിയിരിക്കുന്നത്. അവർക്ക് തേനെടുക്കാൻ സഞ്ചരിക്കാവുന്ന ദൂരം അടക്കം, വനവിഭവങ്ങൾ സംഭരിക്കാൻ സഞ്ചരിക്കാവുന്ന ദൂരമടക്കമുള്ള പ്രശ്നങ്ങളടക്കമാണ് സർ. സർ, ഈ വനാവകാശവുമായി ബന്ധപ്പെട്ട് ഈ ആദിവാസികളുടെ പ്രശ്നം ചെറുതായി ഒന്ന് പരിശോധിച്ചാൽ ഏകദേശം 15,000 കുട്ടികൾ ഡിഗ്രിക്കായി കേരളത്തിൽ പഠിക്കുന്നുണ്ട്. 1970 ശേഷം ഒരൊറ്റ പ്രീ മെട്രിക് ഹോസ്റ്റൽ കേരളത്തിൽ തുടങ്ങിയിട്ടില്ല. ഇപ്പോഴും കുട്ടികൾ ഹോസ്റ്റലിൽ താമസിക്കാൻ കഴിയാതെ വരുന്നു സർ. അതുപോലെ തന്നെ അട്ടപ്പാടിയിലും ഇടപെടലുകളിലും ഉണ്ടായ ശിശുമരണം 120 കുട്ടികൾ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മൊത്തമായി അട്ടപ്പാടിയിൽ മാത്രം മരണം അടഞ്ഞിട്ടുണ്ട് സർ. ഇത് പ്രസംഗിക്കാനോ ഉപയോഗിക്കരുത്. അല്ല സർ, ഇത് വളരെ പ്രധാനപ്പെട്ട ആദിവാസിയെ പറ്റി വല്ലപ്പോഴും ഒരിക്കൽ വരുന്ന ഒരു ചോദ്യത്തിന് ഇത്രയും വിശദമായി ചോദിച്ചില്ലെങ്കിൽ എങ്ങനെയാ സർ? അതല്ല, വനാവകാശ നിയമമാണ് ചോദ്യം. അല്ല സർ, അതുകൊണ്ട് ഈ 1 മണിക്കൂർ സമയം സഭയിലെ എല്ലാ പരമാവധി ആദിവാസികൾക്ക് കുടുംബശ്രീ വഴി ആദിവാസികൾക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അവർക്ക് ആവശ്യം റാഗി, തെന തുടങ്ങിയിട്ടുള്ള പരമ്പരാഗത കൃഷി ചെയ്യാനുള്ള സൗകര്യമാണ്. അത് ചെയ്തു കൊടുക്കുന്നതിന് ഗവൺമെന്റ് മുൻകൈ എടുക്കുമോ? ആ തരത്തിലുള്ള സമീപനം സ്വീകരിക്കുമോ എന്നാണ് എന്റെ ചോദ്യം. സാർ, ഇതിൽ ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നമാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട മെമ്പർമാർ ചോദിക്കുമ്പോൾ ഞാനതിന് തയ്യാറാണ്. കാരണം എനിക്ക് മറുപടി പറയുന്നതിന് വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ ദീർഘമായി പോകും. അതുകൊണ്ട് ഞാൻ ചുരുക്കിയിട്ട് പറയാം. ഈ പറഞ്ഞത് കറക്റ്റാണ്. ഈ വനവിഭവങ്ങൾ എടുക്കുന്നതിൽ ചില സ്ഥലത്ത് നിയന്ത്രണങ്ങളുണ്ട്. അത് ആദിവാസികൾക്ക് അവകാശപ്പെട്ടതാണ് സർ, വന ഉൽപ്പന്നങ്ങൾ. അതിൽ യാതൊരു സംശയവുമില്ല. അക്കാര്യത്തിൽ നല്ല നിലപാട് തന്നെ എടുത്തു പോകാനാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. മറ്റേ
ഈ ശിശുമരണ നിരക്ക് നമ്മൾ ദേശീയ ശരാശരിയേക്കാളും കേരളത്തിൻ്റെ ശരാശരിയേക്കാളും ഇപ്പോൾ കുറച്ച് കൊണ്ടുവന്നു. അത് ഞാൻ അന്നേ പറഞ്ഞു, ഏതെങ്കിലും ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു നേട്ടമായിട്ട് ഞാൻ പറയുന്നില്ല. കേന്ദ്രത്തിൽ 1000 സ്ത്രീകൾ പ്രസവിക്കുമ്പോൾ ഞാൻ പറഞ്ഞു 46 ശരാശരി മരണം. കേരളത്തിൻ്റെ ശരാശരി അത് 16. അട്ടപ്പാടി മേഖലയിൽ നമുക്കത് 7-8 കുറച്ച് കൊണ്ടുവരാൻ കഴിയും. പോഷകാഹാരത്തിൻ്റെ പ്രശ്നമില്ല. ഇനിയും നമുക്ക് യാതൊരു സംശയവും വേണ്ട, സ്റ്റേറ്റ് ശരാശരിയേക്കാളും ആദിവാസി മേഖലയിൽ ശിശുമരണ നിരക്ക് കുറച്ച് കൊണ്ടുവരും. ഇപ്പോൾ അലാമിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനും അവിടെ ഇല്ല സർ. പിന്നെ പ്രീമെൻ്ററി ഹോസ്റ്റലുകൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ കാലഘട്ടത്തിൽ തുടങ്ങിയിട്ടുണ്ട്, അതിനേക്കാളും മുമ്പത്തെ കാലഘട്ടത്തിൽ തുടങ്ങിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പി.ടി. തോമസ് ഈ കേരളം രൂപീകരിച്ചതിന് ശേഷം പ്രീമെൻ്ററി ഹോസ്റ്റൽ തുടങ്ങിയിട്ടില്ല എന്ന് പറയുന്നതിൻ്റെ അത് ശരി 70-ന് ശേഷം അല്ല, 70-ന് ശേഷമല്ല, കഴിഞ്ഞ ഗവൺമെൻറ് തുടങ്ങിയിട്ടുണ്ട്, ഞാനും തുടങ്ങിയിട്ടുണ്ട്. ഞാൻ തന്നെ തുടങ്ങിയിട്ടുള്ള അതിരപ്പള്ളിയിൽ ഞാൻ ഇതിനിടെ ആ കുട്ടികളുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. ആ അപ്പം ഞാൻ സ്റ്റോണ് നോക്കി എപ്പോഴാണ് ഇത് ആരംഭിച്ചത്. ആദിവാസികൾക്ക് കോളേജിലേക്ക് പോസ്റ്റ് മെട്രിക് പിന്നെ MRSകൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്, എല്ലാ ആൾക്കാർക്കും അറിയാലോ. പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലും നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 248ഓളം പ്രീ മെട്രിക് ആൻഡ് പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലുകളുണ്ട്. ഏറ്റവും നല്ല നിലവാരത്തിലുള്ള ഹോസ്റ്റലുകളാണ് MRS. 10% ആണ് സർ പാസ്. ആദിവാസി കുട്ടികൾ താമസിച്ച് പഠിക്കുന്ന 18 MRSകളിൽ 10% മാർക്കാണ് സാർ. നല്ല ഭക്ഷണം സാർ, കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല. കുട്ടികളുടെ മെനു നമ്മൾ അംഗീകരിക്കാൻ, രാവിലെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടത്, ഉച്ചയ്ക്ക് എന്ത് ഭക്ഷണമാണ് വേണ്ടത്, രാത്രി എന്താണ് വേണ്ടത്, കുട്ടികളോട് ഓപ്ഷൻ ചോദിച്ചിട്ട് നമ്മൾ ഭക്ഷണം കൊടുക്കുകയാണ് സാർ. ആഴ്ചക്ക് ഒരു ദിവസം ബിരിയാണി നിർബന്ധമാണ് സാർ. അപ്പം അതുകൊണ്ട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഹോസ്റ്റലുകളിൽ ബുദ്ധിമുട്ടില്ല. ഇനി ഏതെങ്കിലും മണ്ഡലത്തിൽ ഹോസ്റ്റലുകളുടെ കുറവുണ്ടെങ്കിൽ നമുക്കതും പരിഹരിക്കുന്നതിനുള്ള നടപടി എടുക്കാം. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി തന്നെ ഇടപെട്ട് കിഫ്ബിയിൽ 100 കോടി രൂപ ചെലവിൽ MRSകൾ പണിയുന്നതിനുള്ള നടപടി കിഫ്ബിയുടെ ഭാഗമായി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ വിദ്യാഭ്യാസ നിലവാരം, ആരോഗ്യ പ്രശ്നം, പോഷകാഹാരം, ഇക്കാര്യത്തിലെല്ലാം ശക്തമായിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള നടപടി ഗവൺമെന്റ് എടുക്കുന്നതായിരിക്കും. ശ്രീ സണ്ണി ജോസഫ്. സർ, വനാവകാശ നിയമപ്രകാരവും അതുപോലെ ആദിവാസി പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായിട്ടും വനത്തിനുള്ളിലും അതുപോലെ വനത്തോട് ചേർന്നും താമസിക്കുന്ന ആദിവാസികളുടെ ജീവിത സൗകര്യങ്ങൾ, യാത്രാ സൗകര്യങ്ങൾ, വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഉൾപ്പെടെ പാർപ്പിട പ്രശ്നങ്ങൾ ഉൾപ്പെടെ പരിഹരിക്കുന്നതിന് നടപടി സ്വീകരിക്കുമോ? അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം വന്യജീവികളിൽ നിന്നുള്ള ആക്രമണമാണ്. ഇന്നലെയാണ് സാർ ആറളത്ത് എൻ്റെ നിയോജകമണ്ഡലത്തിൽ ഒരു സ്ത്രീ രാത്രിയിൽ ആന തട്ടി മരണപ്പെടാനിടയായത്. അത്തരം സംഭവങ്ങളിൽ അവരെ രക്ഷിക്കുന്നതിനുള്ള നടപടികൾ പ്രായോഗികമായിട്ട് വനം വകുപ്പുമായി ആലോചിച്ച് പട്ടികജാതി പട്ടികവർഗ വകുപ്പ് കൂടി ആ കാര്യത്തിൽ പദ്ധതികൾ നടപ്പിലാക്കാൻ ശ്രമിക്കും. സാർ, ഇത് ശരിയാണ് സാർ. ഈ വനാന്തരങ്ങളിൽ താമസിക്കുന്ന ആദിവാസികളുടെ സുരക്ഷ എന്ന് പറയുന്നത് വെല്ലുവിളിക്കപ്പെടുകയാണ് ഇപ്പോൾ. അത് പ്രത്യേകിച്ച് കാലാവസ്ഥ വ്യതിയാനം, അതിൻ്റെയൊക്കെ ഭാഗമായി ഉൾക്കാടുകളിലുള്ള ആനകളും മറ്റു മൃഗങ്ങളും ഒക്കെ തന്നെ ഈ പാവപ്പെട്ട ആദിവാസി താമസിക്കുന്ന സെറ്റിൽമെൻറ്റ് ഏരിയയിലേക്ക് വരുന്നുണ്ട്, മരണവും സംഭവിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രിയുമായി അത് ചർച്ച ചെയ്തിട്ടുണ്ട് സർ. ശക്തമായിട്ടുള്ള നിലപാടെടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ വരെ വനം വകുപ്പ് കൊടുക്കുന്നുണ്ട്. അതിന് പുറമെ ക്യാബിനറ്റ് തന്നെ തീരുമാനിച്ച് പ്രത്യേക ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. താമസം സർ, ഈ പറഞ്ഞത് കറക്റ്റാണ്. ഏതാണ്ട് 31,000 വീടുകൾ സ്പില്ലായിരുന്നു സർ. 31,000. അതിൽ ഇന്ദിരാവാസ് യോജനേൻ്റെ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നതിൻ്റെ അകത്ത് വന്നിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതിപ്പോൾ നമ്മൾ പരിഹരിക്കുന്നുണ്ട്. എന്നാലും ഒരു 16,000-ഓളം ആദിവാസികൾക്ക് നമ്മൾ പുതുതായിട്ട് വീട് കാണേണ്ടി വരും. അതിൽ ഈ ഗവൺമെൻറ് കഴിഞ്ഞ വർഷം നമ്മൾ 7,000 വീടുകൾ അനുവദിച്ചു. ഇപ്പം വീണ്ടും നമ്മൾ 7,000 വീടുകൾ അനുവദിക്കുകയാണ്. അപ്പോൾ വീടിൻ്റെ പ്രശ്നവും നമുക്ക് പരിഹരിക്കാൻ പറ്റും. പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ വനപ്രദേശത്തിൻ്റെ ഉള്ളിൽ, പ്രത്യേകിച്ച് വെസ്റ്റേൺ ഫോറസ്റ്റ് ആൻഡ് റിസർവ് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കുറച്ച് നിയന്ത്രണങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്ക് പശ്ചാത്തല സൗകര്യം എന്ന് പറയുമ്പോൾ റോഡ്, അതുപോലെ തന്നെ വെള്ളം, വൈദ്യുതി, ഇത് മറ്റ് പ്രദേശങ്ങളെ പോലെ സാധിക്കാത്തൊരു സ്ഥിതിയുണ്ട്. എന്നാലും ഫോറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ വൈദ്യുതി ലൈൻ വലിക്കുന്നതിന് ഒരു പ്രശ്നവും ഇപ്പം ഇല്ല. ഇപ്പോൾ ബഹുമാനപ്പെട്ട KSEB പവർ മന്ത്രിയുമായി ചർച്ച ചെയ്തു. ആദിവാസി മേഖലകളിൽ ഈ വിതരണ ലൈൻ, ട്രാൻസ്മിഷൻ ലൈൻ വരികാൻ അവരുടെ പ്ലാൻ ഫണ്ട് കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞു. 19 കോടി രൂപ നമ്മൾ കൊടുക്കുകയാണ് സാർ. അതേപോലെ തന്നെ റോഡുകൾ കോർപ്പസ് ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരമാവധി, മതിയാകില്ല, പക്ഷേ നിയന്ത്രണങ്ങൾ വനത്തിൻ്റെ ഉള്ളിൽ എല്ലാ സ്ഥലത്തും നമുക്ക് ടാറിട്ട റോഡൊന്നും കൊടുക്കാൻ പറ്റില്ല. കുറേ നിയന്ത്രണമായിട്ട് കറക്റ്റുമാണത്. അപ്പം ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. എന്നാലും പശ്ചാത്തല സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് നല്ല ശ്രമം ഗവൺമെൻറ് ഇപ്പോൾ നടത്തുന്നുണ്ട്. ഒരു വിഭാഗം ഫോറസ്റ്റുകാർ സമ്മതിക്കാത്ത സ്ഥിതി ഉണ്ടായിരുന്നു. അന്ന് ശക്തമായിട്ടുള്ള നിലപാടെടുത്തു, കുറേ ഗുണമുണ്ടായി.
അപ്പോൾ ബഹുമാനപ്പെട്ട റവന്യൂ ഫോറസ്റ്റ് വകുപ്പ് മന്ത്രിമാരുമായി ചർച്ച ചെയ്ത് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നടപടിയും എടുത്തിട്ടുണ്ട് സാർ. ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി പറയും. ഈ വനാവകാശ നിയമപ്രകാരമുള്ള ഭൂമിയിലുള്ള അവരുടെ അവകാശം, അവരുടെ കൈവശമുള്ള ഭൂമിയുടെ കൃത്യമായിട്ടുള്ള രേഖ, അതിൻ്റെ ഭൂമിയുടെ സ്കെച്ച് അടക്കമാണ് ഓരോ ആളുകൾക്കും കൊടുത്തിട്ടുള്ളത് സാർ. ആ ഭൂമിക്കകത്ത് കൃഷി ചെയ്യുന്നതിന് യാതൊരു വിധമായിട്ടുള്ള തടസ്സവും വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകത്തില്ല. അങ്ങനെ എവിടെയെങ്കിലും അങ്ങനെ ചൂണ്ടിക്കാണിച്ചാൽ അത് കർശനമായിട്ട് ആ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ ഇടപെടുന്ന തടസ്സം ഉണ്ടാക്കുന്നെങ്കിൽ അതിന് അവരെ ശക്തമായി താക്കീത് ചെയ്യുന്നതായിരിക്കും സാർ. ശ്രീ എ പി അനിൽകുമാർ. സർ, ബഹുമാനായ വനം വകുപ്പ് മന്ത്രി ഇവിടെ സൂചിപ്പിച്ച കാര്യം സ്വാഗതാർഹമാണ്. പക്ഷേ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ മറുപടിയിൽ തന്നെ വനം വകുപ്പ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വനാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് ഉയർത്തിയിട്ടുള്ള പ്രശ്നങ്ങൾ മറുപടിയിൽ തന്നെ ഉണ്ട്. സർ, അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം എൻ്റെ നിയോജകമണ്ഡലത്തിൽ വനം വകുപ്പ് മന്ത്രി വന്നപ്പോൾ ആദിവാസികൾ ഒരുമിച്ച് വന്ന് അദ്ദേഹത്തോട് ഇതേ പരാതി പറയുകയുണ്ടായി. ഇവിടെ പരാമർശിച്ച വിഷയങ്ങൾക്കപ്പുറത്ത് ഇന്ന് ഏറ്റവും പ്രധാനമായി നിലനിൽക്കുന്നത് നൂറ്റാണ്ടുകളായി കാടുകളിൽ താമസിക്കുന്ന, വനമേഖലയിൽ താമസിക്കുന്ന ആദിവാസികൾക്ക് ഇന്ന് ഏറ്റവും വലിയ പ്രയാസം നേരിടുന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നാണ്. സർ, അതുകൊണ്ട് ശക്തമായ ഒരു നടപടി ആ ഭാഗത്ത് ഉണ്ടാകണം, ശക്തമായ നിർദ്ദേശം നൽകണം. അതോടൊപ്പം തന്നെ സാർ, അങ്ങ് ഇവിടെ സൂചിപ്പിച്ച ഒരു കാര്യം, കേന്ദ്ര ഗവൺമെന്റ് ശ്രീ എ കെ ആന്റണി മുൻകൈ എടുത്ത് നമുക്ക് ആദിവാസികൾക്ക് ഭൂമി നൽകുന്നതിന് വേണ്ടി അനുവദിച്ച ഭൂമി, നിർഭാഗ്യരെന്ന് പറയട്ടെ, ആ ഭൂമി വ്യക്തികളുടെ കയ്യേറ്റം, പ്രസ്ഥാനങ്ങളുടെ കയ്യേറ്റം, ഗവൺമെന്റിന്റെ കയ്യേറ്റം, ഇതൊക്കെ വെച്ചുകൊണ്ട് ഇന്ന് ആദിവാസികൾക്ക് ഭൂമി കൊടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. അതിന് പരിഹാരമായി കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ഏതാണ്ട് പാലക്കാട് ജില്ലയിൽ ഉൾപ്പെടെ 3000-ലധികം ഏക്കർ ഭൂമി കണ്ടെത്തിയിരുന്നു. ആ ഭൂമി എത്രയും പെട്ടെന്ന് സമയബന്ധിതമായി കൊടുത്തു തീർക്കുവാനുള്ള നടപടി ഉണ്ടാകുമോ? സാർ, ഇതിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ തന്നെ സാന്നിധ്യത്തിൽ റവന്യൂ, ഫോറസ്റ്റ്, അതുപോലെ തന്നെ പട്ടികവർഗ വകുപ്പ് മന്ത്രിമാരുടെ യോഗം വിളിച്ചു ചേർത്തിരുന്നു. ഈ ഭൂമി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു വ്യക്തത ഉണ്ടാക്കി. അതിൻ്റെ ഭാഗമായിട്ടാണ് വനാവകാശ നിയമപ്രകാരമുള്ള ഭൂമി ഒരു 5000 ആദിവാസികൾക്ക് കൊടുക്കാനുണ്ട്. അത് കൊടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു. അതോടൊപ്പം തന്നെ സാർ, ഈ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട എ കെ ആന്റണി മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് ഈ സഭയിൽ തന്നെ ഒരു ഗംഭീരം പ്രഖ്യാപനമായിരുന്നു. അതൊക്കെ നമ്മളെല്ലാം കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചതാണ്. വലിയ ഇടപെടൽ നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് 19,000 ഏക്കർ ഭൂമി റിലീസ് ചെയ്യുന്നതിന് കേന്ദ്ര ഗവൺമെൻറ് ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ നമുക്ക് അനുകൂലമായി കേന്ദ്ര ഗവൺമെൻറ് എന്ന നിലപാടെടുത്തു. അതിൻ്റെ ഭാഗമായി ഈ നെറ്റ് പ്രസൻറ്റ് വാല്യൂ എക്സെപ്റ്റ് ചെയ്തു. എന്നിട്ട് 19,000 ഏക്കർ ഭൂമി നമുക്ക് നൽകാൻ തീരുമാനിച്ചു. അവിടെയാണ് ഞാൻ പറഞ്ഞത്, അതിൽ 1200 ഏക്കർ ഭൂമി മാത്രമേ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ള ഭൂമിയിൽ ഒരു 8,000 ഏക്കറോളം ഭൂമി കൊടുക്കാൻ പറ്റുന്ന ഭൂമിയല്ല, ശേഷിക്കുന്ന ഭൂമി നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതെ, അപ്പോൾ ശേഷിക്കുന്ന ഭൂമി നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിനെ സംബന്ധിച്ചിപ്പോൾ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. ഇത് സബ്ജക്റ്റ് കമ്മിറ്റിയിൽ വന്നു. എങ്ങനെയായാലും ഒരു 4,000-4,500 ആൾക്കാർക്ക് 4,500 ഏക്കർ ഭൂമി എങ്ങനെയായാലും ലഭ്യമാകുമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ആ നടപടികൾ ഇപ്പോൾ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മറ്റേത് വനത്തെ സംബന്ധിച്ചിടത്തോളം വനം ഡിപ്പാർട്ട്മെൻറ്റിന് അതിൻ്റേതായിട്ടുള്ള ചില റിസർവേഷൻസ് ഉണ്ട്. ഇഷ്ടംപോലെ ഭൂമി കൊടുക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഈ നിയമം 2006-ലാണ് പാസ്സാകുന്നത്. 2005 ഡിസംബർ 13 വരെ കൈവശം വെച്ച ആദിവാസികൾക്കാണ് ഭൂമി കിട്ടുക. അപ്പോൾ അവിടെ ഇൻ്റർപ്രിട്ടേഷൻ വരികയാണ്. അതിന് ശേഷമാണ് ഇവർ കയ്യേറിയിട്ടുള്ളത് അല്ലെങ്കിൽ താമസിക്കുന്നത്. അത് കൊടുക്കാൻ പറ്റില്ല എന്ന് ഫോറസ്റ്റുകാർ പറയും. പിന്നെ ഇതെല്ലാം ഒരു എമിക്കബിളായി ഒരു കോൺസെൻസസിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റൂ. ആർബിട്രറി ആയി അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. കാരണം ഈ നിയമപ്രകാരം ഫോറസ്റ്റുകാർ എതിർത്ത് കഴിഞ്ഞാൽ നമുക്ക് 6 കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു കോൺസെൻസസോട് കൂടി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നടപടിയാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. ശ്രീമതി എസ് ബിജിമോൾ. സാറേ, 5 വർഷക്കാലമായി ഇടുക്കി കളക്ടറേറ്റിൻ്റെ വാതിക്കൽ 1 സെൻറ്റ് ഭൂമി പോലും ഇല്ലാത്ത 123ഓളം വരുന്ന ആദിവാസികൾ നിരന്തരമായി സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആശിഷ ഭൂമി ആദിവാസി എന്ന് പറയുന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 33 പേരോളം അവർ അപേക്ഷ സമർപ്പിച്ചിരുന്നു. അതിൽ ഒരാൾക്ക് മാത്രമാണ് ഭൂമി കിട്ടിയിട്ടുള്ളത്. ഇവർക്ക് ഭൂമി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 70-ലധികം യോഗങ്ങൾ ജില്ലാ കളക്ടറേറ്റിലും ഗവൺമെൻറ് തന്നെ മുൻകൈ എടുത്തുമൊക്കെ യോഗം നടത്തിയെങ്കിൽ പോലും അവർക്ക് വേണ്ടി കണ്ടെത്തുന്ന ഭൂമിക്ക് പലപ്പോഴും പലതരം തടസ്സങ്ങളുണ്ടാകുകയും അവർക്ക് ഭൂമി കിട്ടാത്ത സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. സാർ, ഈ വിഷയം പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അങ്ങൊരു യോഗം വിളിച്ചുകൂട്ടി. റവന്യൂ, ഫോറസ്റ്റ്, പട്ടികവർഗ മിനിസ്റ്റർ അടക്കം 3 മന്ത്രിമാർ സംയുക്തമായി യോഗം നടത്തിയെങ്കിൽ മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയൂ. 5 വർഷക്കാലമായി 1 സെൻറ്റ് ഭൂമി പോലും ഇല്ലാതെ ഭൂമിക്ക് വേണ്ടി സമരം നടത്തുന്ന
ഇടുക്കി കളക്ടറേറ്റിന്റെ വാതിക്കൽ സമരം നടത്തുന്ന ആദിവാസികളുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുന്നതിന് ഗവൺമെന്റ് ഇടപെടുന്നു? യെസ്. സാർ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് സാർ. ഇടുക്കി കളക്ടറേറ്റിന് മുമ്പിൽ 6 വർഷമായി സമരം നടത്തുന്ന പെരിഞ്ചാംകുട്ടിയിലെ ആദിവാസികൾക്ക് ഭൂമി നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചർച്ച 16/9/2015 മുൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കൂടിയിരുന്നു സാർ. ആ യോഗത്തിലെടുത്ത തീരുമാനം വനാവകാശ രേഖ അനുവദിക്കപ്പെട്ട 1/1/1997 മുമ്പ് ഭൂമി കൈവശമുള്ള കേസുകളിൽ റവന്യൂ വനം വകുപ്പുകളുടെ ജോയിന്റ് വെരിഫിക്കേഷൻ സമയബന്ധിതമായി പൂർത്തിയാക്കി പട്ടയം നൽകുന്നതിനുള്ള നടപടികൾ റവന്യൂ വകുപ്പ് സ്വീകരിക്കേണ്ടതാണ്. 2, പെരിഞ്ചാംകുട്ടിയിൽ നിന്നും കുടിയിറക്കപ്പെട്ട പുനരധിവാസത്തിനായി ആനച്ചാൽ ചെങ്കുളം ഡാമിൻ്റെ മറുകരയിൽ KSEBയുടെ ഉടമസ്ഥതയിലുള്ള 25 ഹെക്ടർ ഭൂമി നടപടികൾ പൂർത്തീകരിച്ച് ഊർജ്ജ വകുപ്പ് റവന്യൂ വകുപ്പിന് കൈമാറുന്നതാണ്. ഈ ഭൂമി വിതരണത്തിനുള്ള നടപടികൾ സ്വീകരിക്കും. 3, KSEBയുടെ ഉടമസ്ഥതയിലുള്ള 10 ചെയിൻ മേഖലയിൽ ഭൂമി ലഭ്യമാണോ എന്ന് റവന്യൂ വകുപ്പ് പരിശോധിച്ച് പട്ടയം നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കും. ഇത് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിലെടുത്ത തീരുമാനമാണ്. ദേവികുളം താലൂക്കിൽ കാന്തല്ലൂർ, കീഴാന്തൂർ വില്ലേജുകളിൽ റവന്യൂ പുറമ്പോക്ക് ധരിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ള ഭൂമിയിൽ പട്ടയം നൽകുന്നതിനുള്ള സാധ്യത റവന്യൂ വകുപ്പ് പരിശോധിക്കണം. ഇക്കാര്യത്തിൽ റവന്യൂ വകുപ്പ് ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു തീരുമാനമാണ് പണ്ടെടുത്തത്, പക്ഷേ പ്രായോഗികമാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ റവന്യൂ വകുപ്പിൻ്റെ ശ്രദ്ധയിൽ ഈ കാര്യമുണ്ട്. ബിജുമോൾ പറഞ്ഞ കാര്യം വളരെ സജീവമായി ഗവൺമെൻറ് പരിശോധിക്കുന്നതായി. ശ്രീ VD സതീശൻ. ഈ വനാവകാശ നിയമം ഒരു അംഗീകാരമാണ് ആദിവാസികൾക്ക് കൊടുത്തിട്ടുള്ളത്. അത് അവരുടെ ഹാബിറ്റാറ്റാണ് വനം എന്നുള്ള ഒരു അംഗീകാരം കൂടിയാണ്. സാറേ, ആദിവാസി വിഭാഗത്തിൽപ്പെട്ട എല്ലാവർക്കും കാടിനെക്കുറിച്ച് നന്നായിട്ട് അറിയാം. കാടിൻ്റെ ഉൾവഴികൾ അറിയാം, നീർച്ചാലുകൾ അറിയാം, അവിടുത്തെ മൃഗങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ അറിയാം. പക്ഷേ സാർ, ഇതൊക്കെയാണെങ്കിലും അവർക്ക് താമസിക്കാൻ കിട്ടുന്ന ഭൂമി ഒട്ടും വാസയോഗ്യമല്ലാത്തതായി മാറുകയാണ്. ഇത്രയും കാടിനെക്കുറിച്ച് അറിയാവുന്ന ആദിവാസികൾക്ക് പോലും താമസിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഭൂമി അവർക്ക് ലഭ്യമാകുന്നു എന്നുള്ള പരാതി സാർ മിക്കവാറും എല്ലാ നിയമസഭാ കമ്മിറ്റികളുടെയും മുൻപിൽ ഈ വിഷയം വളരെ ഗൗരവമായി വരികയാണ്. ഈ ഭൂമി വിതരണത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അത് തന്നെയാണ്. വാസയോഗ്യമല്ലാത്ത ഭൂമി കിട്ടുന്നത് കൊണ്ട് അവർക്ക് ഉപജീവനം നടത്തി അവിടെ ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. സാർ, ആ കാര്യത്തിൽ ഒരു നിഷ്കർഷ പാലിക്കാൻ ഭൂമി വിതരണവുമായി ബന്ധപ്പെട്ട നിബന്ധനകൾ നിർബന്ധമാക്കാൻ ഗവൺമെൻറ് ശ്രദ്ധിക്കും. സാർ, ഇത് കറക്റ്റാണ്. ഈ വാസയോഗ്യമല്ലാത്ത ഭൂമിയാണ് ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ ആദിവാസികൾക്ക് കിട്ടിയിട്ടുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ താമസിക്കാൻ അവർക്ക് പറ്റില്ല. കാരണം ഉപജീവനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഭൂമിയല്ലത്. യഥാർത്ഥത്തിൽ ഈ പറഞ്ഞതുപോലെ കാട് എന്ന് പറയുന്നത് ആദിവാസികൾക്ക് അവകാശപ്പെട്ടതാണ് സാർ. ഭൂപരിഷ്കരണ നിയമം കൊണ്ടാണെങ്കിൽ അവർക്ക് 10 സെൻറ്റ് ഭൂമി കൊടുക്കാനും കഴിഞ്ഞില്ല. എന്നാൽ വനഭൂമി പ്രൈവറ്റ് ഫോറസ്റ്റ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിൽ വന്നു. 1950 വെസ്റ്റഡ് അസൈൻമെൻറ്റ് ആൻഡ് വെസ്റ്റഡ് ആക്ട്. വെസ്റ്റ് ചെയ്ത ഭൂമി, ഫോറസ്റ്റിൽ വെസ്റ്റ് ചെയ്ത ഭൂമി ഇവർക്ക് അവകാശപ്പെട്ടതാണ്. ആ ഭൂമി 19,000 ഏക്കർ ഭൂമി കൊടുക്കാൻ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിട്ട് സുപ്രീം കോടതി പറഞ്ഞിട്ട് നടപ്പിലാക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. അത് പരിഹരിക്കുന്നതിനുള്ള നടപടികൾ എടുക്കും. പൊതുസമൂഹം ഇതിൻ്റെ കൂടെ നിൽക്കുന്നില്ലെങ്കിൽ എല്ലാ കാലഘട്ടത്തിലും ആദിവാസി സമൂഹം നമ്മുടെ കൂടെ നിന്നുള്ളൊന്നില്ല. കാരണം അവർക്ക് വേറൊന്നുമില്ല സാർ. ഇപ്പോൾ 6 നമ്മൾ കൊടുക്കുന്നത് എലിയനേറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല, ജമ്മം തീരില്ല. ആ പാവങ്ങൾക്ക് അവിടെ ഒരു കുടിൽ വെച്ച് എന്തെങ്കിലും തിന്നാനുള്ള സൗകര്യം ഉണ്ടാക്കുക, അതേ അവർ പറയുന്നുള്ളൂ. അതിനും നമ്മൾ നിഷേധിക്കുന്ന ഒരു സമീപനമാണ് എടുക്കുന്നതെങ്കിൽ വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ടാണ് ചില സ്ഥലങ്ങളിലൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിലൊരു പൊതുസമൂഹത്തിൻ്റെ ഒരു കോൺസെൻസസ് വേണം. ഭരണപ്രതിപക്ഷ ഭേദമന്യേ ഈ കാര്യത്തിൽ ആ പാവങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ശക്തമായിട്ടുള്ള നിലപാടെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ നിൽക്കണം. അതിന് തെറ്റായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ കൊടുത്ത് ഒറ്റപ്പെടുത്തുന്ന സമീപനം എടുത്താൽ കൂടുതൽ ഈ ഭാഗങ്ങളിലേക്കാണ് വഴിതെറ്റിയിട്ടാണ് അവർ പോവുക. ശ്രീ K. ബാബു. ആദിവാസി ഊരുകളിലെ ജനതയ്ക്കും അവരുടെ മെച്ചപ്പെട്ട ജീവിതത്തിനും വേണ്ടി നിരവധിയായ പ്രവർത്തനങ്ങൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതിൻ്റെ ഉണർവ് ആദിവാസി ഊരുകളിലുണ്ട് സാർ. എന്നാൽ ആലത്തൂർ താലൂക്കിലെ കടപ്പാറ മൂർത്തിക്കുന്ന് ആദിവാസി കോളനിയിൽ ആ കോളനി നിവാസികൾക്ക് ഭൂമി നൽകുന്നതിന് വേണ്ടി റവന്യൂ വനം സർവേ വകുപ്പുകളുടെ സംയുക്ത സർവേ പൂർത്തീകരിച്ചു. അവിടെ സർവേ കല്ല് ഇടുന്നതിന് വേണ്ടി ആവശ്യമായ സർവേ കല്ലുകൾ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ തന്നെ കൊണ്ടെത്തിച്ചു. എന്നാൽ വനം വകുപ്പിൻ്റെ തടസ്സവാദം മൂലം ആ കല്ലുകൾ അവിടെ അതിർത്തി തിരിച്ചിട്ട് കൊടുത്ത് ആദിവാസികൾക്ക് ഭൂമി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് അങ്ങയുടെ ശ്രദ്ധയിലുണ്ടോ സാർ? ഇത്തരം ആദിവാസി ഊരുകളിലൊക്കെ മാവോവാദികൾ ഉൾപ്പെടെയുള്ള തീവ്രവാദികൾ കടന്നു കയറി
സാമൂഹ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നതും അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നതാണ് എൻ്റെ ചോദ്യം. സാർ, ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, ഞാൻ ഇടപെടുകയും ചെയ്തതാണ്. സാർ, ഈ പറഞ്ഞത് കറക്റ്റാണ്. കളക്ടർ റിപ്പോർട്ട് തന്നിട്ട് പോലും നമുക്ക് ആ ഭൂമി കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അതിൽ ഫോറസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു സാങ്കേതിക പ്രശ്നമുണ്ട് സാർ, ഞാൻ അതും മനസ്സിലാക്കിയത്. കാരണം ഈ ആക്ട് 2005 ഡിസംബർ 1 മുമ്പ് വനം ഭൂമി കൈവശം വെച്ച ആദിവാസികൾക്കാണ്. അവരുടെ ഇൻ്റർപ്രിറ്റേഷൻ പ്രകാരം അതിന് ശേഷമാണ് ഇത് വരുന്നത്. അങ്ങനെ ഒരു പ്രശ്നമാണ് അവർ പറയുന്നത്. അതുകൊണ്ട് സാധാരണ നിലയിൽ ഞാൻ പറഞ്ഞില്ലേ സാർ, ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റൂ. റിജിഡായിട്ട് ഉള്ളൊരു സമീപനം എടുത്തു കഴിഞ്ഞാൽ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരു സമീപനമാണ് അവിടെ ഉണ്ടായത്. എന്നാലും റവന്യൂ ഫോറസ്റ്റും പിന്നെ